നമസ്കാരം. മകരവിളക്കിന്റെ പുണ്യദിനമാണ്. മകരവിളക്കിനായി ഒരുങ്ങിയിരിക്കുകയാണ് ശബരിമല സന്നിധാനമാകെ. ശരണമന്ത്രങ്ങളുടെ താഴ്വാരം ഭക്തിയുടെ കൊടുമുടിയിലാണ് എന്ന അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയുന്ന മണിക്കൂറുകളാണ് ഈ കടന്നു പോകുന്നത്. മണിക്കൂറിന് വേണ്ടിയുള്ള കാത്തിരിപ്പുമാണ്. തിരുവാഭരണം ചാർത്തിയ അയ്യനെ കണ്ട് പുണ്യം നേടാൻ ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്നു. തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് സന്നിധാനത്തേക്ക് എത്തുകയാണ്. സന്നിധാനത്ത് നിന്ന് ആർ അനന്തകൃഷ്ണൻ, കണ്ണൻ നായർ, ഹരികൃഷ്ണയും നമുക്കൊപ്പം ചേർന്നുണ്ട്. മാതൃഭൂമി ടീം വിപുലമായ ക്രമീകരണങ്ങൾ, മകരവിളക്ക് ദിനത്തെ സമഗ്ര കവറേജ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വിപുലമായ ടീമും തയ്യാറാണ്. അനന്തൻ, ഇപ്പോൾ സന്നിധാനത്തെ ഏറെ പ്രഭയേറിയൊരു പകൽ കടന്നു പോവുകയാണ്. ഇന്നത്തെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? എത്രത്തോളം ഭക്തി പൂർവ്വമാണ് ഇപ്പോൾ സന്നിധാനം ഈ ദിനത്തെ വരവേൽക്കുന്നത്? രതീഷ്, ശബരിമല സന്നിധാനത്ത് മകരസംക്രമ പൂജയ്ക്കും മകരവിളക്ക് മഹോത്സവത്തിനും ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. തിരുവാഭരണ ഘോഷയാത്ര ശബരിമല ലക്ഷ്യമാക്കി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. മകരസംക്രമ പൂജ അല്പസമയത്തിനകം ശബരിമല സന്നിധാനത്ത് ആരംഭിക്കും. 2:45 മകരസംക്രമ പൂജയ്ക്കായി നട തുറക്കുന്നത്. 3 മണിയോടെ മകരസംക്രമ പൂജ ആരംഭിക്കും. കൃത്യം 3:08 മകരസംക്രമം. ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് സൂര്യന്റെ പ്രയാണം നടക്കുന്നത് ആ 3:08 എന്ന് പറയുന്ന മുഹൂർത്തത്തിലാണ്. ആ സമയത്താണ് ഭഗവാന് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് പ്രത്യേക പ്രതിനിധി സമേതം കൊടുത്തുവിട്ടിരിക്കുന്ന ആ പ്രത്യേക നെയ്ത്തേങ്ങയിലുള്ള നെയ് അഭിഷേകം ചെയ്യുന്നത്. ആ അഭിഷേകത്തോടുകൂടി മകരസംക്രമ പൂജ പൂർത്തിയാകും. പിന്നീട് നടയടച്ച് മകരവിളക്കിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതാണ് ശബരിമല സന്നിധാനത്ത്. നേരത്തെ രതീഷ് സൂചിപ്പിച്ചതുപോലെ ഭക്തലക്ഷങ്ങളല്ല, കോടി ഭക്തർ, ലോകമെങ്ങുമുള്ള അയ്യപ്പ ഭക്തർ അവർക്ക് പറ്റാവുന്ന എല്ലാ മാധ്യമങ്ങളിലൂടെയും ഈ മകരസംക്രമ മഹോത്സവം, മകരവിളക്ക് മഹോത്സവം, ശബരിമല സന്നിധാനത്ത് ദീപാരാധന, അത് കഴിഞ്ഞ് പൊന്നമ്പലമേട്ടിലെ മകരവിളക്ക്, ഇതെല്ലാം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതെല്ലാം ഒന്നിട തടവില്ലാതെ മാതൃഭൂമി ന്യൂസിലൂടെ നമുക്ക് കാണിക്കുകയും ചെയ്യാം. തീർച്ചയായും ശരണം വിളികളാൽ മുഖരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് സന്നിധാനം. ഇപ്പോൾ 18 നിന്ന് നേരത്തെ പമ്പയിൽ നിന്ന് കയറി വന്ന അയ്യപ്പന്മാർ, അവർക്ക് അയ്യപ്പനെ ഇപ്പോൾ കാണാൻ സാധിച്ചില്ല. കാര്യം 1 മണിക്ക് നടയടച്ചു. അതിനുശേഷം 18 ചവിട്ടിച്ച് അവരെ പുറത്തേക്ക്, ആ തന്ത്രി ഗേറ്റ് വഴി പുറത്തേക്ക് താഴേക്ക് ഇറക്കി വിടുകയാണ്. അതിനുശേഷമായിരിക്കും ഇനി തിരുവാഭരണം ചാർത്തി അയ്യൻ, ആ തിരുവാഭരണ ശോഭയിൽ അയ്യൻ നിൽക്കുന്ന സമയത്തായിരിക്കും ഈ വരുന്ന ഭക്തന്മാർക്കെല്ലാം ശബരിമലയിൽ സന്നിധാനത്ത് അയ്യപ്പ ദർശനത്തിലുള്ള ഒരു പുണ്യം ലഭിക്കുക എന്നുള്ളതാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് 3 മണിയോടുകൂടി തന്നെ വീണ്ടും ശ്രീകോവിൽ നട തുറക്കും. ആ സമയത്ത് അവിടെ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നായ മകരസംക്രമ പൂജ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇന്ന് സാധാരണ 1:30-1:45 വരെയൊക്കെ തിരക്കുണ്ടെങ്കിൽ നട തുറന്നു വെക്കുന്നതാണ്. പക്ഷേ ഇന്ന് 1 മണിക്ക് തന്നെ അടച്ചു. കാര്യം 2:45 വീണ്ടും തുറക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും നടയടച്ച് 2:45 തുറക്കുക. അതോടുകൂടി കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്യ് അയ്യപ്പന് മേൽ അഭിഷേകം ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും നടയടയ്ക്കും. പിന്നീട് ഒരു 5 മണി 5:15 ഇവിടെയൊക്കെ സ്വാമിയെ മറ്റൊരു ഒരു അന്തരീക്ഷത്തിലേക്ക് ശബരിമല സന്നിധാനം മാറും. അതിനൊപ്പം തന്നെ ഈ തിരുവാഭരണം സ്വീകരിക്കാനുള്ള ദേവസ്വം പ്രതിനിധികൾ ശബരിമല സന്നിധാനത്ത് നിന്ന് പുറപ്പെടും. അവരെ തന്ത്രിയും മേൽശാന്തിയും കൂടിയാണ് ഹാരം അർപ്പിച്ചുകൊണ്ട് അവരെ യാത്രയാക്കുന്നത്. അവർ പോയിട്ടാണ് അതിലെടുത്തു പറയേണ്ടത്, ഈ ഇരുമുടിക്കെട്ടില്ലാതെ സന്നിധാനത്തേക്ക് കയറുക എന്ന് പറയുന്ന ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ഉണ്ടായ വിവാദമുണ്ട്. ഒരു കാരണവശാലും തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് നിയോഗിക്കുന്ന ആ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഇരുമുടിക്കെട്ടില്ലാതെ 18 ചവിട്ടാമെന്നുള്ളത് അത് ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് പോകുമ്പോൾ അതെ, തങ്കയങ്കിക്കും ഒക്കെ ദേവസ്വം പ്രതിനിധികളെല്ലാവരും മാലയണിഞ്ഞുകൊണ്ട് ഇരുമുടിക്കെട്ടില്ലാതെയാണ് പടി ചവിട്ടി കയറി വരുന്നത്. ഏതായാലും കാണാൻ ഇനിയിപ്പോൾ ശബരിമല സന്നിധാനത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ഭക്തർ ഇന്ന് ശ്രദ്ധിക്കുന്നത്, സാധാരണഗതിയിൽ ശബരിമല സന്നിധാനത്തേക്ക് വരുമ്പോൾ അയ്യപ്പ ഭക്തർ എല്ലാവരും ഒരൊറ്റ ദർശനത്തിന് വേണ്ടി മാത്രമാണ് കാത്തു നിൽക്കുന്നത്. അവർ വന്ന് ആ ശ്രീകോവിലിൽ അയ്യപ്പസ്വാമി ഇരിക്കുന്നത് പല രൂപത്തിൽ, ആ വരുന്നവരുടെ ഭാഗ്യം പോലെയാണ് ഓരോ രൂപവും. ഒരുപക്ഷെ നെയ്യഭിഷേകത്തിൽ മുഴുകിയിരിക്കുന്ന അയ്യപ്പസ്വാമിയാകും, അതല്ലെങ്കിൽ ഉച്ചപൂജയ്ക്കായി തലയിൽ ഒരു കസവ് കെട്ടൊക്കെ കെട്ടി ഒരു ഉണ്ണിയായിരിക്കുന്ന അയ്യപ്പസ്വാമിയാകും, അതല്ലെങ്കിൽ ഹാരമൊക്കെ അണിഞ്ഞ് പുഷ്പാലങ്കൃതനായിരിക്കുന്ന ദീപാരാധന സമയത്ത് അയ്യപ്പസ്വാമി ആയിരിക്കും, അതല്ലെങ്കിൽ ഉറങ്ങാൻ തുടങ്ങുന്ന കുഞ്ഞുണ്ണി അയ്യപ്പനെ ആയിരിക്കും. അങ്ങനെ അയ്യപ്പസ്വാമിയെ മാത്രം ദർശിക്കാൻ വരുന്ന അയ്യപ്പ ഭക്തർക്ക് എല്ലാവരുടെയും കണ്ണുകൾ ഇന്ന് പതിയുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് കിഴക്ക് പൊന്നമ്പലമേട് നോക്കൂ. ഇപ്പോൾ നട്ടുച്ചയ്ക്ക് ഇന്ന് രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നത് ശബരിമല സന്നിധാനത്ത് നിന്ന് സൂര്യോദയം മുഴുവൻ കാണുന്ന പൊന്നമ്പലമേടിന്റെ മുകളിലൂടെയാണ് സൂര്യൻ ഉദിച്ചു വരുന്നത്. ഇന്നിപ്പോൾ ഈ നട്ടുച്ചയിൽ ഇന്നത്തെ സായന്തനം മുഴുവൻ എല്ലാവരുടെയും ദൃഷ്ടി പായുന്നത് പൊന്നമ്പലമേട്ടിലേക്കാണ്. ഇപ്പോൾ ആഴിയിൽ നിന്ന് പൊങ്ങി വരുന്ന പുകപടലങ്ങൾ ഒരു തിരശീല പോലെ പൊന്നമ്പലമേടിനെ മറയ്ക്കുകയാണ്. വൈകുന്നേരം ആ തിരശീല എങ്ങനെങ്ങും മായും.
അതങ്ങ് മറയും. ചെറിയൊരു ആ ആഴി അടയ്ക്കും. കാറ്റൊരു ആഴിയോടുകൂടി ആ പുകപടലുകൾ മാറും. അതോടുകൂടി ഇവിടുത്തെ ആ കാഴ്ച വളരെ വളരെ സുഗമമാകും എന്നുള്ളതാണ്. പക്ഷേ ഒരു 6:50 6:45 ആകുമ്പോഴേക്കായിരിക്കും അവിടെ മകരവിളക്ക് തെളിയിക്കുക. ആ സമയത്ത് ആദ്യം ഒരു സംശയം വേണ്ട, ആദ്യം എല്ലാവർക്കും ആ മകരവിളക്ക് കാണാൻ പറ്റണമെന്നില്ല. പിന്നീട് 2 3 മൂന്നാമത്തെ തവണ തെളിയിക്കുമ്പോഴൊക്കെ ആയിരിക്കാണ് അത് ഈ ആദ്യം ഈ സ്ഥിരമായി മകരവിളക്ക് കാണുന്നവർക്കാണ് ആദ്യത്തെ സ്പോട്ട് മനസ്സിലാകും. നമ്മൾക്ക് ഇപ്പോൾ ആ സ്പോട്ട് അറിയാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അടയാളം മനസ്സിലാകും. പക്ഷേ രാത്രിയായി കഴിഞ്ഞാൽ ഈ ഒരു പൊന്നമ്പലമേടിന്റെ മുഴുവൻ രൂപവും മാറി അതൊരു മൊത്തത്തിലൊരു ഇരുള് മൂടി ഒരു യോഗിയെ പോലെ, ഒരു മഹാസമാധിയിലാണ്ട് ഒരു ഋഷിവര്യനെ പോലെ അതിങ്ങനെ കിടക്കും. അവിടെ നിന്ന് മഹാദേവന്റെ തൃക്കണ്ണ് തുറക്കുന്നത് പോലെ ആ ഒരു അഗ്നിജ്വാല, ആദ്യത്തെ അഗ്നിജ്വാല വരുമ്പോൾ ആദ്യം എല്ലാ സ്ഥിരമായി കാണുന്നവർക്കറിയാം അത് എവിടെയാണ് അത് തെളിയുന്നതെന്ന്. അപ്പോൾ അവർ കൈ ചൂണ്ടുന്ന സ്ഥലത്തേക്ക് കാണാത്തവർ നോക്കി നിൽക്കും. ആ വിരൽത്തുമ്പിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് രണ്ടാമത്തതും മൂന്നാമത്തതും. രണ്ടാമത്തെ എനിക്ക് തോന്നുന്നു ഒന്ന് മിന്നി പറയത്തേ ഉള്ളൂ. മൂന്നാമത്തതെന്ന് ആള് ഒരല്പസമയം എന്നെ കണ്ടോളൂ, ഈ അഗ്നിജ്വാല, ഈ ജ്യോതിയെ കണ്ടോളൂ, ഈ ദീപാരാധന കണ്ടോളൂ എന്ന് പറഞ്ഞ് ഒരല്പനേരം ആളി നിൽക്കും. എന്നിട്ടാണ് അത് അറിഞ്ഞു പോകുന്നത്. അതായത് ആ അഗ്നി കണ്ട് ആ ദീപാരാധന കണ്ട് മടങ്ങണ്ടേ, ആ കണ്ണിൽ ആ ഒരു ഊർജ്ജം വേണ്ടേ, ആ ഒരു വർഷത്തേക്ക് വരുന്ന ഒരു വർഷത്തേക്ക് മകരവിളക്ക് വരെയുള്ള അല്ലെങ്കിൽ മണ്ഡലകാലം വരെയുള്ള ആ ഒരു വർഷത്തെ ഒരു ഊർജ്ജമാണ് അവർക്ക്. അതിനുശേഷം വന്ന് പൊന്നയ്യനെ ഈ തിരുവാഭരണം ചാർത്തി നിൽക്കുന്ന ജോതാവായിട്ടുള്ള വില്ലാളി വീരനായിട്ടുള്ള വീരമണികണ്ഠനായിട്ടുള്ള അയ്യപ്പനെ കണ്ട് മടങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷം സാർത്ഥകമാണ് എന്നാണ് അവർ കരുതുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ്. അന്നേരം അവർക്ക് ഒരു നിമിഷമെങ്കിലും കാണണ്ടേ. ആ 41 ദിവസം ആ മണ്ഡലകാലം വ്രതം നോറ്റ് അയ്യപ്പസ്വാമിയെ കാണാൻ വരുന്നത്, കൃത്യമായി വൃശ്ചികം 1 മാലയിട്ട് വ്രതം നോറ്റ് 41 ദിവസം വ്രതം എടുത്ത് വരുന്നവരുടെ എല്ലാം ഉള്ളിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, മണ്ഡല പൂജയ്ക്ക് ഇവിടെ വന്ന് തൊഴുത് പിന്നീട്, പണ്ടൊക്കെ ആണെങ്കിൽ പിന്നീട് ഇറങ്ങില്ല, അവരിവിടെ തന്നെ മകരവിളക്ക് വരുന്നത് വരെ കാത്തു നിൽക്കും. ഇപ്പോഴാണെങ്കിൽ മകരവിളക്കിന് 2-3 ദിവസം മുമ്പാണ് മകരവിളക്ക് തൊഴേണ്ടവർ വരുന്നത്. അപ്പോൾ അവരെല്ലാം കാത്തിരിക്കുകയാണ് ആ മകര ജ്യോതി കാണാൻ, മകരവിളക്ക് കാണാൻ, ആ ദീപാരാധന കാണാൻ. ഏതായാലും